ഹലോ ഫ്രണ്ട്സ്, ഇന്ന് രാവിലെ വാതിൽ തുറന്നത് നല്ല മഴയും കാറ്റും പ്രതീക്ഷിച്ചായിരുന്നു. വാതിൽ തുറന്നപ്പോൾ മഴയുമില്ല, മഴയുടെ പൊടി പോലും കാണാനില്ല. നല്ല വെയിലായിരുന്നു മുറ്റത്ത്. അപ്പോൾ ഇന്ന് കാസർഗോഡ് ജില്ലയിൽ സ്കൂളൊക്കെ അവധിയായിരുന്നു മഴ പ്രമാണിച്ച്. പക്ഷെ മഴ അതറിയുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ നേരെ അടുക്കളയിലേക്ക് വെച്ചു കൊടുത്തു. ഇന്നലെ രാത്രി എന്താ പറയുക, കടല വെള്ളത്തിലിട്ടിങ്ങനെ ഗ്രീൻ പീസ്. ജനൽ തുറക്കാൻ നോക്കിയപ്പം ജനലിൻ്റെ അല്ലി രാത്രിയേ ഇട്ടില്ല എന്ന് മനസ്സിലായി. അപ്പം ഒരു കട്ടൻ ചായ കുടിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ സ്റ്റൗവിലേക്ക് വെള്ളം വെച്ചു കേട്ടോ. അപ്പോൾ പഞ്ചസാരയും ചായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. തിളച്ചതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ കട്ടൻ ചായക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം കുറേ പഴം വീട്ടുവളപ്പിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു, ചെറുപഴം. അത് കട്ടൻ ചായയും കൂടി കുടിച്ചു. അപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ വേണമായിരുന്നു. അപ്പോൾ തേങ്ങയൊക്കെ ചിരകി ദോശയുടെ മാവ് ഉണ്ടാക്കാൻ വേണ്ടി പച്ചരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങയും കൂടി, പിന്നെ ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇന്നലത്തെ ചോറാണ്. പിന്നെ ഒരു കഷ്ണം ഉള്ളിയും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് അരച്ചതിന് ശേഷം പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കലക്കി എന്താ പറയുക, കലക്കി പാർന്ന ദോശയാണ്, നീർദോശ എന്നൊക്കെ പറയും. അപ്പോൾ ഇതാ ഗ്രീൻ പീസ് കറിക്ക് വേണ്ടിയിട്ടുള്ള സംഭവമാണ് കേട്ടോ. ഉള്ളി, പച്ചമുളക്, തക്കാളി, പിന്നെ കറിവേപ്പില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കുക. എന്നിട്ട് ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഉള്ളിയാണ് എടുത്തിട്ട് കേട്ടോ. പിന്നെ പച്ചമുളക്, കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് വയന്ന് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു തക്കാളി ചെറുതാണ് എടുത്തത്. എന്നിട്ട് നല്ലപോലെ മൂപ്പിച്ച് വന്നതിന് ശേഷം മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ ഒരു സ്പൂണോളം പിന്നെ മുളക് പൊടി ഇട്ടാൽ, കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി, മല്ലിപ്പൊടി കൂടുതൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ വയന്ന് വന്നതിന് ശേഷം ആ ഗ്രീൻ പീസൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണമെങ്കിൽ അത്ര ഗ്രേവിക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇത്ര ശ്വാസമില്ലാതെ റെസിപ്പി പറയുന്നത് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഗ്രീൻ പീസ് കറിക്ക്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടാ. അപ്പോൾ ഇതാ നീർദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ആ കറിയുടെ വിസിൽ പോയിട്ട് ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി തൂവി കൊടുത്ത അടിപൊളി ഗ്രീൻ പീസ് കറി റെഡിയായി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ഗ്രീൻ പീസ് കറിയും, പിന്നെ കൂടെ 2 കോഴിമുട്ടയും പിന്നെ കട്ടൻ ചായയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കെട്ടിയവനാണ്. ഞാൻ രാവിലെ ഒരു കട്ടൻ ചായ കുടിച്ചു, എനിക്കത് മതി. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ സ്റ്റേക്കേഴ്സിൽ ഒരു കുരുവിയോ എന്തോ ഒരു പക്ഷി വന്നിട്ട് കൂക്കു കുക്കു ആക്കുന്നുണ്ട്. അതിനെ ഓടിക്കാനില്ല പെടാപ്പാടിലാണ്. എങ്ങനെ കയറിയെന്ന് അറിയില്ല, അല്ലാതെ ബുദ്ധിമുട്ടാക്കി. അതിനെങ്ങനെയൊക്കെ ഓടിച്ചു വിട്ട് കെട്ടിയവൻ ജോലിക്ക് പോയിട്ടാ. ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.